ബിഗ് ബോസ് സീസൺ 7 ഓൾമോസ്റ്റ് ഇനി ഒരു മാസം കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും. ശരിക്കും മാർച്ച് 2025 സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്ന ബിഗ് ബോസ് സീസൺ 7 അതിനി ഓഗസ്റ്റിലേക്ക് മാറുകയാണ്. കാരണം മോഹൻലാലിന്റെ ഒരുപാട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഫിലിംസ് ഉണ്ടായതുകൊണ്ടാണ്. ഞാൻ ഈ പറയുന്ന പേരൊക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാവുന്നതായിരിക്കും. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി വെച്ചോ. കാരണം ഞാൻ ഈ പറയുന്ന പേരുകൾ ഷുവർ ആയിട്ടും ഉണ്ടാകും. അത് 100% ഷുവർ ആണ്. ഫസ്റ്റ് ഇതിൽ വരാൻ ചാൻസ് ഇല്ലാത്ത 3 പേരെ പറയാം. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും ഗസ് ചെയ്തിട്ടുള്ളതിൽ റോങ് ആയിട്ടുള്ള 3 പേരെയാണ് പറയുന്നത്. ഒന്ന് മായ വിശ്വനാഥ് പബ്ലിക്കലി തന്നെ ഡിനേ ചെയ്തിട്ടുണ്ട്. പിന്നെ അനുമോളിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. കാരണം നമ്മുടെ രേണു സുധിയും അനുമോളും ഒന്നിച്ചു വന്നാൽ നന്നായിരിക്കും എന്ന് കരുതുന്ന കുറെ പേരുണ്ട്. അപ്പോൾ ഏതായാലും അനുമോൾ ഇല്ല. പിന്നെ അവന്തിക, ശരിക്കും ഞാൻ പേഴ്സണലി അവന്തിക അതിൽ വരാൻ ഇഷ്ടപ്പെടുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. സോ അവിടെ വന്നിട്ട് ആള് കഷ്ടപ്പെടത്തേ ഉള്ളൂ. ബിക്കോസ് ഭയങ്കര നെയ്വ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ അവന്തിക ഇല്ലെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ഇനി ഉണ്ട് എന്ന് കൺഫേംഡ് ആയിട്ടുള്ള അങ്ങേയറ്റം ഉറപ്പ് പറയുന്ന കുറച്ച് ലിസ്റ്റ് ഉണ്ട്. അതിൽ ഒരു ഞെട്ടിക്കുന്ന പേരും കൂടിയുണ്ട്. വേറെ ആരുടേതുമല്ല. അത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞേക്കാം. അത് ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ട് തോന്നുന്നതിന്റെ റീസൺ അതാണ്. ബട്ട് ഇതൊരു കൺഫേംഡ് ലിസ്റ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ പറയാം. മറ്റാരുമല്ല, വിൻസി അലോഷ്യസ് ആണ്. ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ ഇതിൽ വരുമോ? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. വന്നാൽ അവരുടെ ഫ്യൂച്ചർ അതെങ്ങനെയായിരിക്കും എന്നുള്ളതൊരു കൺഫ്യൂഷൻ ആണ്. ദെൻ രണ്ടാമതായിട്ട് ബിഗ് ബോസ് സീസൺ 7 കൃഷ്ണകുമാറാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണകുമാർ അതിലൊരു സ്റ്റാർ ആകാൻ തന്നെ സാധ്യതയുണ്ട്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ പൊളിറ്റിക്കലി അദ്ദേഹത്തിന് വളരെ അധികം സപ്പോർട്ട് ഉണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് മറ്റെങ്ങും അധികം നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. കൃഷ്ണകുമാറിന്റെ ഫാമിലി എന്ന് പറയുന്നത് യൂട്യൂബിൽ തന്നെ ഏറ്റവും വലിയ ഒരു ക്രിയേറ്റർ ഫാമിലിയാണ്. സോ അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് ഉണ്ട്. പിന്നെ അദ്ദേഹം ഒരു നടനാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒക്കെ സിനിമകൾക്ക് കമ്മിറ്റ് ചെയ്യാൻ അദ്ദേഹം ഇൻട്രസ്റ്റഡ് ആണ്. സോ കൃഷ്ണകുമാറാണ് നെക്സ്റ്റ് കണ്ടസ്റ്റന്റ്. മൂന്നാമത്തത് മറ്റാരുമല്ല, ജിഷിൻ മോഹനാണ്. ശരിക്കും പറഞ്ഞാൽ ജിഷിൻ മോഹന് ഒരുപാട് കോണ്ടന്റ് ഉണ്ട്. കാരണം ഡിവോഴ്സ്, അതുപോലെ സീരിയൽ നടനാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ അധികം കോണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. സോ ജിഷിൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു കരിയറിൽ ഒരു സപ്പോർട്ടായിട്ട് മേ ബി ബിഗ് ബോസ് സീസൺ 7 മാറാൻ സാധ്യതയുണ്ട്. അടുത്തത് അരുണിമ സുനിൽകുമാറാണ്. ശരിക്കും പറഞ്ഞാൽ അധികം നെഗറ്റീവ് റിവ്യൂസ് ഒന്നും വരാത്ത ഒരു വ്ളോഗറാണ്. എസ്പെഷ്യലി ഓൾമോസ്റ്റ് എല്ലാ ഗേൾസിനും നന്നായിട്ട് ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ കൂടിയാണ് അരുണിമ. ബട്ട് ബിഗ് ബോസ് സീസൺ 7 വന്നിട്ട് ആ ക്യാരക്ടറിൽ വല്ല മാറ്റവും വരുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. അടുത്തത് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടാലന്റഡ് ആയിട്ടുള്ള വളരെ ഹ്യൂമൈൻ ആയിട്ടുള്ള സീമാജി നായരാണ്. ശരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്, നമ്മുടെ ശരണ്യ എന്ന് പറയുന്ന ഒരു നായികയുടെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ സീമാജി നായരെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. ബട്ട് ഷീ ഈസ് എ ഡിസേർവിംഗ് ആക്ടറാണ്. സോ സീമാജി നായരും ബിഗ് ബോസ് സീസൺ 7 എങ്ങനെയായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് കണ്ടറിയാം. നെക്സ്റ്റ് ബിജു സോപാനം. ശരിക്കും ഉപ്പും മുളകും പ്രേക്ഷകരുടെ ഏറ്റവും ഫേവറേറ്റ് ഒരു ക്യാരക്ടറാണ്. ബട്ട് ബിജു സോപാനത്തെക്കുറിച്ചും കുറേ അധികം കോൺട്രവേഴ്സീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. സോ ഫണ്ണി ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ ബിഗ് ബോസ് സീസൺ 7 സീരിയസ് ആകുമോ എന്നൊക്കെയുള്ളത് അതും നമുക്ക് കാത്തിരുന്ന് കാണാം. നെക്സ്റ്റ് റെന ഫാത്തിമ. ശരിക്കും നിങ്ങൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. എനിവേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് റെന ഫാത്തിമ ഒരു കിടിലം പെർഫോമർ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ വളരെയധികം ബോൾഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ആൻഡ് ഏറ്റവും ഏജ് കുറഞ്ഞിട്ടുള്ള ഒരു കുട്ടി റെന ഫാത്തിമ ആകാനും സാധ്യതയുണ്ട്. സോ നമുക്ക് ബാക്കി ബിഗ് ബോസ് സീസൺ 7 കാണാം. സോ ഓൾമോസ്റ്റ് ഒരു 7-8 പേരെയൊക്കെ നിങ്ങൾക്ക് ബൈ ഹാർട്ടായി കാണും. പിന്നെ ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ ഒരുപാട് പേരുകൾ മാറി വന്നിട്ടുണ്ട്. ഒരു 99.999% കൺഫേംഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് യൂട്യൂബ് ചാനൽസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടില്ലാത്ത പേരുകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ നിങ്ങളും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഏതായാലും ശരി, നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ ഫസ്റ്റ് 2 സീസണൊക്കെ വെച്ചിട്ട് അടിപൊളി ആയിരിക്കട്ടെ എന്ന് നമുക്ക് വിഷ് ചെയ്യാം. കാരണം നമ്മൾ ഏറ്റവും കൂടുതലും കാണാൻ ആഗ്രഹിക്കുന്ന കുറേ കോൺട്രവേഴ്സീസ് ഉണ്ട്. എന്തിനാണ് ഈ കോൺട്രവേഴ്സീസ് ഒക്കെ ഉള്ളത്, എന്തിനാണ് ഇതൊക്കെ കാണുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സീരിയൽ ഗ്രാൻഡ്മ ഫോളോ ചെയ്യുക. ഇതെന്താണ് സീരിയൽ ഗ്രാൻഡ്മ എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ശരി, ബൈ, സീ യു ആൻഡ് സ്റ്റേ ട്യൂൺ.